വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയ മനുഷ്യരെ ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളുമില്ലാതെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന തരത്തിലേക്ക് അവരുടെ പുരുഷന്മാരെ മാറ്റി നിർത്തി മതം ചോദിച്ച് വെടിവെച്ച് കൊന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് പോയി പറയൂ, അതിന് നിങ്ങളെ ഞങ്ങൾ ബാക്കി വെക്കുകയാണെന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു ആക്രമണം നടത്തിയ ഭീകര സംഘടനയെ, ആ ഭീകര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ സംഘങ്ങളെ അവരുടെ ഇടങ്ങൾ കണ്ടെത്തി തിരിച്ചടിച്ച നടപടിക്ക് പാകിസ്ഥാൻ നൽകുന്ന മറുപടി പാക് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കുക, ആക്രമിക്കുക, ഇന്ത്യ ആക്രമിക്കുക എന്ന നടപടി. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടേണ്ട ഒന്നല്ല എന്നുള്ള വിലയിരുത്തൽ ലോകരാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ടിറ്റ് ഫോർ ടാറ്റ് ആണ്, അതുകൊണ്ട് ഇതിവിടെ അവസാനിക്കണം എന്നുള്ള നിലപാടിലേക്ക് എത്തിയത്. ഇന്ത്യ എസ്കലേറ്റ് ചെയ്യില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ഒരു തരത്തിൽ പോലും പാക് സൈനിക കേന്ദ്രങ്ങളോ പാക് സൈനിക വ്യൂഹങ്ങളോ പാക് സൈനികരോ ആക്രമിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും പരിശീലന കേന്ദ്രങ്ങളും അവരുടെ പ്രധാനപ്പെട്ട ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ബേസ് ക്യാമ്പുകളും പരിശീലന കേന്ദ്രങ്ങളുമാണ് തകർക്കപ്പെട്ടത്. അതിൽ മസൂദ് അസർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭീകരവാദികളുടെ കേന്ദ്രങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ റൌഫ് അസർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് നിലവിൽ സൂചിപ്പിച്ച പോലെ പാക് സൈന്യം ഒരു കടന്നാക്രമണത്തിലേക്ക് കടക്കുന്നത്.